വർഗീയത ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു കുഴപ്പം. പടത്തിന്റെ സംവിധാനവും മറ്റതൊക്കെ അസലുണ്ട്, നല്ല ഡീസന്റ് ആയിട്ട്. പക്ഷെ നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലത്ത് എല്ലാ ജാതിക്കാരും ജീവിക്കണമല്ലോ, ഒരാളുടെ മാത്രം ഇതല്ലല്ലോ. അവർക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഇത് കണ്ട സ്പിരിറ്റ് വരും. ഇപ്പോഴത്തെ ഒന്നാമത് ചെറുപ്പക്കാരെ കുറ്റം പറയേണ്ടതല്ല, അവര് ഒരു പരിധി വിട്ട് മയക്കുമരുന്നും മദ്യമൊക്കെ കഴിക്കുന്നവരാ. അവരിത് കണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റണേന്ന് ദൈവത്തിന് തന്നെ അറിയും. ഒരു പക്വത വേണം. പക്വത ഇന്നിപ്പോ പലർക്കും ഇല്ല. അതൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അവതരണവും സംവിധാനവും എല്ലാം നന്നായിട്ടുണ്ട്, അതൊന്നും മോശമായിട്ടില്ല. പക്ഷെ ഈ വർഗീയത വളർത്തിയാൽ ഇത് വലിയൊരു പ്രശ്നമായി മാറും. നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലത്ത് ഇത് പറ്റിയതല്ല. നമുക്ക് എല്ലാവരും ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഒക്കെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാ. അതിന്റെ ഇടയിലേക്ക് ഇത് കുത്തി കയറ്റിയ വിഷം കയറുന്ന പോലെയാണ്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഒക്കെ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ സൂപ്പറായിട്ട്. പക്ഷെ ഇതാണ് പ്രശ്നം. ഇത് നമുക്ക് നിങ്ങളുടെ കയ്യിൽ മുറിച്ചാലും രക്തവരണം, എന്റെ കയ്യിൽ മുറിച്ചാലും രക്തവരണം. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ജാതി മതമൊക്കെ വളർത്താൻ പാടില്ല. പ്രത്യേകിച്ച് കേരളത്തില് ഒരു ഏറ്റവും സോഷ്യലും ഇതായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ കേരളം. ഇവിടെ ഒരിക്കലും പാടില്ലാത്തതാണ്. അത് മാത്രമേ കുഴപ്പമുള്ളൂ. അത് ഉണ്ടാക്കാണ്ടിരുന്നുണ്ടെങ്കിൽ സൂപ്പർ പടം. സിനിമ ശരിക്കും പറഞ്ഞ ഇത്ര നല്ലൊരു പിക്ചർ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് അത്രമാത്രം എന്റെ സിനിമയുടെ ക്വാളിറ്റി, അത് സ്ക്രീൻ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രമാത്രം ഡയലോഗ്, അതിന്റെ ശബ്ദം സൗണ്ട് സിസ്റ്റം ഒക്കെ എല്ലാം ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി ആയിരുന്നു. നല്ലൊരു വ്യത്യസ്തമായ ഫിലിമായിരുന്നു. വിവാദങ്ങൾ ശരിക്കും പറയണമെങ്കിൽ അനവധിയായിട്ടുള്ള വിവാദങ്ങൾ നമ്മളെ കുറിച്ച് ആദ്യം ശരിക്കും അറിയില്ലല്ലോ. എങ്കിലും പടം ശരിക്കും നമ്മൾ ഇരുത്തി ശരിക്കും നന്നായിട്ട് നല്ല ക്വാളിറ്റി നന്നായിട്ട് നമുക്ക് പടം കാണാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. നമുക്ക് ശരിക്കും സസ്പെൻസ് എടുത്തും നമ്മൾ സെൻസർ ചെയ്ത ഫിലിമിനെ കുറിച്ച് ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ പടം. യാതൊരു ശേഷമല്ലേ കണ്ടിട്ടില്ല. സെൻസറിങ് കഴിഞ്ഞായിരുന്നാ അതറിയില്ല. ഞാൻ ഏതായാലും പിക്ചർ കണ്ട്, പിക്ചർ നല്ല പിക്ചറാണ്. ഇവിടെയുള്ള ആളുകൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡയറക്ഷനും അതിന്റെ സെറ്റിങ്സും സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ. കാരണം എല്ലാവരും പറയുന്നത് മോഹൻലാലിന് പ്രാധാന്യം കൊടുത്തില്ല എന്നൊക്കെ പറയുമ്പോഴും അതൊരു അങ്ങനത്തെ ഒരു റേഞ്ച് അല്ലല്ലോ. അതിനപ്പുറം വേറൊരു സംഭവത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും യഥാർത്ഥ കഥകളിലേക്ക്, യഥാർത്ഥ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ചരിത്രം തന്നെ ഒരു തുറന്നു പറയാനുള്ളൊരു മനസ്സുകൂടി അതിലുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ആ തുറന്നു പറയാനുള്ള മനസ്സ് ചെറുതല്ല. അല്ല, വിവാദങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെയുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന മാധ്യമമാണ് ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത്. കാരണം പഴയ കാലഘട്ടത്തില് വീട്ടിയുടെയൊക്കെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നൊക്കെ ഉള്ള സിനിമ ഇറങ്ങിയ നാടകങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വിവാദങ്ങളൊക്കെ പോലെ, കാരണം ചരിത്രത്തിൽ ഇന്ത്യയിലും മാറ്റം കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെയുള്ള പ്രമേയങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടാണ്. അതുകൊണ്ട് അത് വളരെ ഭംഗിയായി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡയറക്ഷനാണ്. അതുകൊണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കയറി വരുന്നു. വളരെ ഭംഗിയായിട്ട് എടുക്കുന്നു. അതെ അതെ അതെ. അല്ല, അതിനപ്പുറം മലയാള സിനിമ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു അതെ 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 ഒരു മറ്റുള്ള ബോളിവുഡ് സിനിമ റേഞ്ചിലേക്കൊക്കെ എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രമേയം മറ്റുള്ള ഇതുകൊണ്ടൊക്കെ ആക്ഷനും അതെ അത് കുറച്ചുകൂടി അതെ 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 പിന്നെ തീർച്ചയായിട്ടും താങ്ക് യു. ഒന്നും പറയാനില്ല. മാസ് പടം തന്നെ പറയാം. ലൈക് വാവ് വാവ് വാവ്. അതിനെ സംവിധാനമൊക്കെ എന്ത് പാട്ടാണെങ്കിലും എല്ലാം അടിപൊളി, എല്ലാം അടിപൊളി. ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഒന്നും തോന്നുന്നില്ല. ബിക്കോസ് ലൈക് ദ വേ ദ പൃഥ്വിരാജ് ടേക്ക് ദ മൂവി ഈസ് ലൈക് വാവ്, അമേസിംഗ്. വരുന്നുണ്ട്. അതെ, ലൈക് മസ്റ്റ് വാച്ച് ആണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാവും. കാരണം എനിക്ക് കാണാൻ പറ്റും. കാരണം ഈദ് ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ ഇത് കഴിഞ്ഞു, ഫസ്റ്റ് ഡേ തന്നെ ബുക്ക് ചെയ്തു. പടം അടിപൊളി അടിപൊളി. രാജുവേട്ടന് അടിപൊളി. ഇല്ല, ഇതെല്ലാം റിലേറ്റബിളാ. എല്ലാ സിനിമയിലും ഉണ്ടല്ലോ.
ഏതൊക്കെയാണ് കേരളത്തിൽ അതിലൊക്കെ ഉള്ളതാണല്ലോ. ഇന്ന് സെൻസർ ചെയ്യാൻ വേണ്ടിട്ടൊന്നുമില്ല, എല്ലാം നടക്കണ തന്നെയാ. അടിപൊളി പടം. പിന്നെ തിയേറ്ററിൽ പോയി തന്നെ കാണും. മസ്റ്റ് വാച്ച്. എനിക്ക് ഫീൽ ചെയ്തത് ആക്ച്വലി ഭയങ്കര ഹൈപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര അത്രക്കൊരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. ആക്ച്വലി കുറച്ച് ലാഗൊക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു എബ്രാഹിം ഖുറേഷി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ പുള്ളിക്ക് അങ്ങനെ ലൈക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ മുണ്ടൊക്കെ കൊടുത്ത് വരുമ്പോ നമുക്ക് നമ്മുടെ ലാലേട്ട് അതൊക്കെ മറ്റേ ജംഗിൾ ഫൈറ്റ് ഉണ്ട്. എന്റെ പൊന്നെ അടീന്ന് ആക്ച്വലി സിനിമയായിട്ട് എടുക്കാൻ പഠിക്കണം നമ്മള്. അത് ഇവിടെ മാത്രം പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന് മാത്രമുള്ള സിനിമയായിട്ട് കണ്ടാൽ മതി. മൂന്നാം ഭാഗം ഐ ഗോട്ട് ഹൈ എക്സ്പെക്ടേഷൻസ്. കാരണം ആ ഒരു കൊണ്ടുപോയി നിർത്തിയേക്കണ രീതി ഇസ് റിയലി ഗുഡ്. യെസ്. 5 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ കയറിയ ഒരു മലയാളം പടമാണ്. ഭയങ്കര നേട്ടമാണ്. അത് ഫുൾ ക്രെഡിറ്റ് രാജുവേട്ടൻ കിടിലിനായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് സ്ലോ മോഷൻ നമുക്ക് വെറുപ്പിക്കണല്ലോ. പുള്ളി കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നത് ഫൈറ്റ് ഒക്കെ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നത് ഇച്ചിരി ലാഗ് ഉണ്ട്. ലാഗ് ചെറുതായിട്ടുണ്ട്. അല്ലാതെ ഇല്ല അങ്ങനെ തോന്നിയിട്ടുണ്ട്. BJPക്ക് എതിരായിട്ട് അത് എക്സൈറ്റഡ് ആണ് ചെറുതായിട്ട്. കാണും. കൃത്യമായിട്ടും പൊളിറ്റിക്കൽ മൂവിയാണ്. കൃത്യമായിട്ടും രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഒന്നുമില്ല, അതൊക്കെ വെറുതെ വിവാദങ്ങളൊക്കെ വെറുതെ ഉണ്ടാക്കണം. സംഭവിച്ച കാര്യങ്ങളാണല്ലോ അതില് വിവാദത്തിന്റെ സംഭവമില്ല. വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം, റിയാലിറ്റി. അതായത് ഇതൊക്കെ പറയാൻ ധൈര്യം കാണിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യം. വന്നേക്കാളും കിടു 2 ആണ്. പിന്നെ പക്ക ദിവസം ഒന്നും പറയാനില്ല. വിവാദങ്ങള് വലിയ കണ്ടപ്പോ തോന്നി വെച്ചാൽ കുഴപ്പമില്ല. പാർട്ടി ബേസിൽ നോക്കുമ്പോ BJPക്കാരായിട്ട് കുറച്ച് വിമർശനങ്ങളെ പോലെ തോന്നി എനിക്ക്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം. ഒരു ലാഗില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നു. വിവാദങ്ങളുടെ വഴിക്കുക അത് വേറെ രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളാണ്. അതും എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ആ ഒരു വിവാദത്തിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. കാരണം ഒരു പടത്തിനെ പടമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. മൂന്നാം ഭാഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് അവരാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ഇത് കണ്ട സ്ഥിതിക്ക് നമ്മൾ ഇനി മൂന്നാം ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കും.